ശരീര പ്രതിരോധ ശേഷിയുടെ അളവ് എല്ലാ ഭാഗത്തും വിഷു ആഘോഷിക്കാറുണ്ട്. സാധാരണ എല്ലാ വർഷത്തെയും പോലെ അങ്ങനെ വിഷു ആഘോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്നതിനാൽ നമുക്ക് വളരെ കരുതലോടെ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വിഷുവിനാണെങ്കിൽ പലരും പല ജില്ലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ബന്ധുക്കളും അതുപോലെ എല്ലാവരും. അതിന്റെ മനപ്രയാസത്തോടു കൂടി പലരും വിളിക്കുന്നുണ്ട്. അവർക്കൊന്നും കുടുംബാംഗങ്ങളുടെ കൂടെ ചേരാൻ പറ്റുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരും പോലീസ് സേനയും എല്ലാം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അവർക്ക് വിഷു ആഘോഷങ്ങളിൽ വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാം ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ സെന്ററിലെ കൺട്രോൾ റൂം അത് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കൺട്രോൾ റൂമിലുള്ള പ്രവർത്തകർക്കും ഒന്നും വിഷുവിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുണ്ട്. നാട്ടിലെ ജനങ്ങൾക്കും അങ്ങനെയാണ്. അതിലെല്ലാവരും സഹിക്കുക, ക്ഷമിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവരും വളരെ പരിമിതമായ രീതിയിൽ ആൾക്കൂട്ടങ്ങളെല്ലാം ഒഴിവാക്കി പരിമിതമായ രീതിയിൽ മാത്രമേ ആഘോഷങ്ങളൊക്കെ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷുവിന്റെ തിരക്കിനിടയിലും നമ്മുടെ ഈ സാമൂഹ്യ ദൂരം പാലിക്കേണ്ടതിനെ കുറിച്ച് മറന്നു പോകരുത്. എല്ലാവരും കൈ കഴുകുക, സോപ്പിട്ട് കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പാടുള്ളൂ. അതെല്ലാം എല്ലാവരും പാലിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങളോട് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ മഹാരോഗത്തിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഇന്ന് ഞങ്ങളുടെ ഈ കൺട്രോൾ റൂമിൽ ശ്രീ ജി വേണുഗോപാൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ പേർ കൺട്രോൾ റൂമിലൂടെ കേരളത്തിന്റെ നാനാഭാഗത്തും ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ, അവര് നഴ്സുമാരും ആശാ വർക്കർമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രവർത്തകർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ മനപ്രയാസം ലഘൂകരിക്കുന്നതിന് വേണ്ടി അവരാൽ സാധിക്കുന്ന വിധം പാട്ടുപാടിയും അതുപോലെ തന്നെ അവരോട് സംസാരിച്ചും ഒക്കെ അവരുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ചിത്രയടക്കം വന്നിരുന്നു ഇവിടെ. ഞാൻ ഇന്നലെ മഞ്ജു വാര്യരുണ്ടായിരുന്നു. അവരെ ഒന്നുമില്ല, വെറുതെ ഈ വലിയ ടെൻഷനിൽ വീട്ടുകാരെ പോലും കാണാൻ കഴിയാതെ പ്രവർത്തിക്കുന്നവരോട് രണ്ട് നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ നന്ദിയുണ്ട് എല്ലാവരോടും. വേണുഗോപാലിനോടും അദ്ദേഹം ഒരു ഗാന ആൽബം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയ വർക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ നന്ദിയുണ്ട്. എല്ലാവരോടും സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടും പാലിക്കണമെന്ന അപേക്ഷയാണ് എല്ലാവരോടും ഉള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മഹാവിപത്തിനെ ചെറുക്കാം. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതല്ലേ ഉള്ളൂ. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി പറയുന്നത് കേട്ടിട്ട് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്നാണ്. അത് തീരുമാനിച്ച് മുഖ്യമന്ത്രി പറയും നമ്മളോട്. മെയ് 3 വരെ ഇങ്ങനെ തന്നെ പോകുന്നു എന്നതാണ്. അത് ഏപ്രിൽ 30 വരെ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിപ്പോ അത് തന്നെയാണ്. ഏപ്രിൽ കഴിഞ്ഞ് 3 ദിവസവും കൂടി എടുത്തിട്ട് മെയ് 3 വരെ കർശനമായിട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടത്. പ്രധാനമന്ത്രി പറഞ്ഞത് അത് ഈ രോഗത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നതിന്റെ സൂചനയാണ്. അപ്പൊ അതനുസരിച്ച് കേരളത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക എന്നുള്ളത് എന്തായാലും നാളെ അത് തീരുമാനിച്ചിട്ട് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോടത് പറയും. ഇളവ് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ ആകെ ഉള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ എപ്പിഡമിക്കിന്റെ ഗ്രാഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ചേർന്ന് നടത്തിയ വളരെ കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു ഫലമാണ്. അത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങാനായി കൊറോണ വൈറസ് കേരളത്തിൽ നിന്ന് പോയി എന്ന് പറയാറായിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സിംഗപ്പൂരൊക്കെ നമ്മൾ കണ്ടത് ഒന്ന് കുറഞ്ഞു, പിന്നെ വീണ്ടും അതിങ്ങനെ ഒരു വേവായിട്ട് വന്നു. ഇതെങ്ങനെയാ വെച്ചാൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെളിയിലായിട്ട് സമൂഹത്തിലാകെ സഞ്ചരിക്കാൻ ഇടയായാൽ അയാളിൽ നിന്ന് കിട്ടുന്ന ആളുകളിൽ നിന്ന് വീണ്ടും ഈ പ്രോഗ്രഷൻ തുടങ്ങും, വീണ്ടും ഈ വലിയ തോതിലുള്ള പകർച്ച തുടങ്ങും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അകലം പാലിച്ചും കൃത്യമായി എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചും നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആശ്വസിക്കാറായിട്ടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇനിയും കുറേ ദിവസം നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും എന്നത് തീർച്ചയാണ്. ഇതില് അത് നാളെ ഒരു ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമ്പോഴേ അത് പറയാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ 7 ജില്ലകളിൽ ഇപ്പം നമുക്കൊരു ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പക്ഷേ പത്തനംതിട്ട ജില്ല നമ്മൾ പൂർണ്ണമായിട്ടും ഒന്ന് റിക്കവർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഗൾഫിൽ നിന്ന് വന്ന നിസാമുദ്ദീൻ നിന്നൊക്കെ വന്ന ചിലർക്ക് രോഗം കണ്ടു, പിന്നെയും പോസിറ്റീവ് കേസുകൾ അവിടെ വന്നത്. അങ്ങനെ എവിടെയും വരാതിരിക്കട്ടെ മറ്റ് ജില്ലകളിൽ എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അത് നോക്കിയിരിക്കണം. നമുക്ക് പൂർണ്ണമായിട്ടും ജില്ലകൾ വിമുക്തമായി എന്നൊന്നും പറയാറായിട്ടില്ല. ഈ തിരുവനന്തപുരം ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചത് തന്നെ ഈ പോത്തൻകോട് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ സ്ഥിതിയൊക്കെ മാറിയോ? എന്താണ് അങ്ങനെ അവസ്ഥ മറ്റു ജില്ലകളിലില്ല എന്നുള്ളതാണോ തോന്നിയത്? പോത്തൻകോട് പ്രത്യേകിച്ചുണ്ടായിരുന്ന ഭയം നമുക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം അവിടെ പരിശോധിച്ച സാമ്പിളുകളെല്ലാം നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ആ പോത്തൻകോട് ഇൻസിഡൻസിന്റെ ഇൻക്യുബേഷൻ പീരീഡും ഒക്കെ ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ഇനി വീണ്ടും എന്നുള്ളത് നമുക്ക് ഭയക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു പോത്തൻകോട് ഇത് മാത്രമല്ല, മറ്റ് നിരവധി ആളുകളൊക്കെ എവിടെ ഉണ്ടെന്നെല്ലാം നമുക്കിപ്പം അങ്ങനെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കരുതലോടെ ഇരിക്കണം, എവിടെയായാലും കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വയനാട് അതിർത്തിയിൽ അതായത് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്. അതായത് അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ട് ആരും പോകരുത്, എവിടെയാണോ ഉള്ളത് അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. ചിലരെല്ലാം എവിടെയാണുള്ളത് ആ സംസ്ഥാനത്ത് തന്നെ അവരുടെ പ്രസവവും കാര്യമൊക്കെ അവിടെ തന്നെ നടത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ വിദേശത്തുണ്ട് ഒരുപാട് ആളുകൾ നാട്ടിൽ പ്രസവിക്കാനൊക്കെ വരണം എന്ന് വെച്ചതാണ്. പക്ഷെ വരാൻ കഴിയുന്നില്ല അവർക്ക്. ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളാരും പറഞ്ഞുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ അല്ല ഇത്. ഈ രോഗത്തിന്റെ ഒരു ഭീകരാവസ്ഥയാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും അവരവിടെ അതിർത്തിയിലെത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിരുന്നു. പക്ഷേ ആ പ്രസവിക്കുന്ന സ്ത്രീയെ മാത്രം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഞങ്ങൾ ഇത്ര നേരം ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ മാത്രം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ മുൻകരുതലോടും കൂടി വീട്ടിലെത്തിക്കുക, മറ്റുള്ളവരെ അവിടെ തന്നെ ക്വാറന്റൈൻ ചെയ്യുക എന്ന സമീപനം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിർത്തിയിലേക്ക് ആരും വരരുത് എന്ന് പറഞ്ഞിരുന്നു. കാരണം വന്നാൽ നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ് നമ്മൾ ലംഘിക്കുക. അങ്ങനെ ലംഘിക്കാൻ പാടില്ല ഈ സമയത്ത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രത്യേക നിയമാവലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷേ ഗർഭസ്ഥാവസ്ഥയിൽ ഇങ്ങനെ വഴിയിൽ നിൽക്കുക എന്നുള്ളതൊക്കെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവരെ ഗർഭിണിയായ സ്ത്രീയെ വീട്ടിലെത്തിക്കാനുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടിപ്പോൾ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ ഇപ്പൊ നേരത്തെ പറയാം നമ്മള് വകുപ്പിന്റെ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. 3-ാം തീയതി ലോക്ക്ഡൌൺ ആരോഗ്യ വകുപ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ അത് ആരോഗ്യവകുപ്പ് ഒറ്റക്കൊരു തീരുമാനമല്ല എടുക്കുന്നത്. അതായത് മൊത്തത്തിലുള്ള ഇപ്പൊ നമ്മളെല്ലാം ചേർന്നിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ മന്ത്രിസഭ എന്താണ് ആലോചിക്കുന്നത്, അപ്പോൾ ഓരോ വകുപ്പ് എന്തൊക്കെ ചെയ്യണം അവിടെ ഒരു നിർദ്ദേശം ഉണ്ടാകും. അതനുസരിച്ച് ആരോഗ്യവകുപ്പ് അതിന്റെ സർവൈലൻസും അതുപോലെ തന്നെ ഐസൊലേഷനും ക്വാറന്റൈനും അതെല്ലാം കൃത്യമായിട്ട് തുടരും. മൊത്തത്തിലെടുക്കുന്ന തീരുമാനം നമ്മുടെ ഗവൺമെന്റ് മൊത്തത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന തീരുമാനങ്ങളുടെ കൂടെ മാത്രമേ ആരോഗ്യവകുപ്പിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആരോഗ്യവകുപ്പിന്റെ ഗൈഡ് ലൈൻസ് വീണ്ടും ഞങ്ങൾ പുതുക്കിയിട്ട് കൊടുക്കേണ്ടത് കൊടുക്കും. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ആരോഗ്യമന്ത്രി ആദ്യമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതായാലും ലോക്ക്ഡൗൺ 3 വരെ നീട്ടിയതിനെ സ്വാഗതം ചെയ്യുന്നു. 19 ദിവസം കൂടി കൂടും എന്നുള്ളതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കർശന നിയന്ത്രണങ്ങൾ തുടരും.